അടിപൊളി ഫ്ലേവർ, അടിപൊളി നല്ല ടേസ്റ്റ്. ഓ നല്ല ക്രിസ്പിയാണ്. ആ ശബ്ദം കേട്ടില്ലേ നിങ്ങള്? അടിപൊളി. സൗണ്ട് കിട്ടോ നോക്കട്ടെ. ഇപ്പം എന്നും രാവിലെ നല്ല മൂടൽ മഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകാശം അത്ര തെളിഞ്ഞ് കാണാൻ പറ്റത്തില്ല. ഇപ്പം സമയം 6 മണി, മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അറബിക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഈസ്റ്റ് വേണം. എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല കേട്ടോ ഉള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് മാവിനൊപ്പം തന്നെ ഇട്ട് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വാം വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അതായത് ഇളം ചൂട് വെള്ളം. നന്നായിട്ട് ചൂടായി പോരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തില്ല. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി അടച്ചു വെക്കാം. അപ്പം നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റ് ഇവിടെ കലക്കി വെച്ചിട്ട് കണ്ടോ, ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. പുതിയ ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഈസ്റ്റ് എങ്കിൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ കേട്ടോ. നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ വലിയൊരു ബൗൾ എടുക്കണം. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കണം. മൈദാമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഞാനിവിടെ 250 ml കപ്പിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമുക്ക് 2 കപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 250 ml കപ്പിൽ 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. ഇളം ചൂട് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കണം. പാലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ആക്റ്റീവ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്ത ശേഷം ഈസ്റ്റിന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇളം ചൂട് പാല് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം. റവ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാല് റവ അബ്സോർവ് ചെയ്തെടുക്കും കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒലിവ് ഓയിലിന് വരെ ബട്ടർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. കണ്ടോ, ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവും കേട്ടോ. കാരണം റവ നമ്മൾ ഇതിലേക്ക് ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പാല് അബ്സോർവ് ചെയ്തെടുക്കും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതേ നമ്മളിത് ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇതിനെ മുകളിൽ ഇതുപോലെ തടവി കൊടുക്കുകയാണ്. ഇനി ഞാനിത് 1 മണിക്കൂർ മാറ്റി വെക്കും കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ നമ്മളിത് റെഡിയാക്കി എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കിനി ഇത് അടച്ച് 1 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഹായ്, അപ്പൊ ഇന്ന് ഞാൻ ക്രാഫ്റ്റ് കോർണർ ആയിട്ടല്ല, പക്ഷേ സലു കിച്ചണിൽ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അതായത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. CFC. ഓക്കെ, അപ്പം അതിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നോക്കുന്നത്. വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, നമ്മുടെ സലു കിച്ചണിൽ വരുമ്പോഴാണ് സുൽത്താൻ ഇൻട്രോ പറയുമ്പോഴൊക്കെ ഒരു വിക്കല്. പക്ഷെ സുൽത്താന്റെ ചാനലിൽ ക്രാഫ്റ്റ് കോർണർ സുൽത്താനിൽ പോയി കഴിഞ്ഞാൽ സുൽത്താൻ ഭയങ്കര സ്മാർട്ട് ആയിട്ടൊക്കെ വർത്തമാനം പറയും. അതിന്ന് ഇതല്ലേ നമ്മളുടെ ആൾക്കാർ ഇവിടെ ഉള്ളത്. അവരെടുത്ത് ഷൈ ആണല്ലേ. റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-11 അല്ലി വെളുത്തുള്ളി വരും. അപ്പം അത് നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ചിക്കനാണ് ഉണ്ടാക്കണത്. ഇതിന്റെ അറബിക് ബ്രെഡ് ഉണ്ടാക്കാൻ അമ്മാടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടെ എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ അധികം പുളിയില്ലാത്ത ഒരു ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്.
അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തുള്ളൂ. അപ്പം അതിൻ്റെ അളവിൽ ഞാൻ ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അധികം പുളി വേണ്ടതിന്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് നമുക്ക് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിലേക്കാണ് നമ്മുടെ ചിക്കൻ മുക്കിയിടാൻ പോകുന്നത്. അപ്പം ഒരു ടെൻഡറൊക്കെ ആവും. പിന്നെ അത് മാത്രമല്ല ഇതിൽ നമ്മളിട്ട് മാരിനേറ്റും ചെയ്യും. ഇതിലേക്ക് പിന്നെ വേറൊരു കോട്ടിങ് കൂടെ വരണുണ്ട്. പക്ഷെ അത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്, നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. കഴുകി ഡ്രെയിൻ ചെയ്ത ചിക്കനാണ്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം കൂടി വൃത്തിയാക്കിയ ശേഷം ഏകദേശം 1.5 കിലോയോളം ചിക്കൻ വരും കേട്ടോ. സാധാരണ നമ്മള് സ്കിന്നോടെയാണ് ചിക്കൻ ഇതേപോലെ ബ്രോസ്റ്റഡും അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മള് കേരള ആയതുകൊണ്ട് ആൾക്കാരെ തല്ലണ്ട. ഡ്രസ് ചെയ്ത ചിക്കൻ കിട്ടുമെന്ന് അറിയോ? എവിടെ ഇവിടെ? പക്ഷെ എന്നാലും നമ്മളൊക്കെ കഴിക്കുമ്പോ നമുക്കൊരു മനസ്സംതൃപ്തി ഒക്കെ വേണ്ടേ. അപ്പൊ ഇതിന് നമുക്ക് ഉറങ്ങാൻ വേണ്ടി വെക്കാം. ഉറങ്ങാനേ മറ്റേ മോഹൻലാലിന് കയ്യും കാലൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇവിടെ എല്ലാം മുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മിനിമം 2 മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ. എന്തിനാണ് 2 മണിക്കൂർ? സ്കൂളില് പാരന്റ്സ് മീറ്റിംഗ് അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ഇതേപോലെ മാരിനേറ്റ് ചെയ്താലേ ചിക്കൻ നല്ല ടെൻഡർ ഒക്കെ ആവും. നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ പോണത് റിസ്വാന്റെ സ്കൂളിലേക്കാണ്. എന്തിനാണ് നമ്മൾ പോണെന്നൂടെ പറഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം അങ്ങോട്ടേക്ക് സൗണ്ട് വരണമെങ്കിൽ. അപ്പൊ നമ്മള് പോകുന്നത് മറ്റേ LOC റിസ്വാന്റെ സ്കൂളിലേക്ക് പാരന്റ്സിന്റെ ഒക്കെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. വന്നിട്ട് പാരന്റ്സ് സൈൻ ചെയ്യണം. ഈ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണോ, പേര് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. CBSEക്ക് അയക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. നല്ല മഴക്കോള് വരുന്നു കേട്ടോ. സ്കൂളിന്റെ അടുത്ത് എത്താറായപ്പോ മഴയായി. സീരിയലുള്ള വീട് അതാണ്. പണ്ട് എന്ത് തിങ്കൾ പക്ഷി, എന്താ ഓമനത്തിങ്കൾ പക്ഷി. അവര് റോൾ നമ്പർ പ്രകാരം ടൈം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റിനകം അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ സൈറ്റിലേക്ക് പോയി. ഇത് നമ്മൾ മ്യൂസിയത്തൊന്നും വന്നതല്ല കേട്ടോ. ഞങ്ങളെ വീട് പണിയുന്നതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ആള് വന്ന് നിൽക്കുന്നത്. പലപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ വന്ന് പറയുമ്പോൾ ഇവരാരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇന്നിതേ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. അതിനെന്തോ കഴിക്കാൻ കിട്ടി. ഓറഞ്ചോ തക്കാളിയോ? ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നല്ല പൊങ്ങി വന്നിരിക്കുകയാണ്. നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതായിട്ടാണ് ചിക്കൻ ചെയ്യാൻ. സുൽത്താൻ ചിക്കൻ തയ്യാറാക്കാൻ റെഡി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇത് ഞാൻ ഓവനിലൊന്നും അല്ല കേട്ടോ റെഡിയാക്കണത്. ഇത് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കും. നമുക്ക് ഇതുപോലെ ഞാൻ ഈ ടേബിൾ കൗണ്ടറിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത്.
ശരിക്കും റോളർ പിന്നിന്റെ ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ പരത്തിയിട്ട് ചൂടായ പാനിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലാണ് ഞാനിവിടെ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇട്ട ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒരുപാട് തിന്നാക്കണ്ടേ, ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ഇതെടുക്കാനുള്ളത്. നമ്മുടെ അറബിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂറിനായിട്ട് കൂടുതലായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി കുറച്ച് പരിപാടിയുണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. പരിപാടിയാ? നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മള് ഗോതമ്പല്ലല്ലോ എന്താണ് മൈദ നമ്മൾ തട്ടി കൊടുക്കണം. അളവൊന്നുമില്ല അല്ലേ? ഇല്ല, ഇനി നമ്മൾ പറയണതിന് അളവൊന്നുമില്ല. നമ്മുടെ ചിക്കൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ, അത് നമ്മൾ നേരത്തെ ഇട്ട മൈദേനായിട്ട് കുറവായിരിക്കണം ഇടുന്നത്. പിന്നെ ഇതാ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുവാണ്. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ ഇതാ ഒരു മുട്ടയോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതാ നമുക്ക് ഐസ് വാട്ടർ ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയിട്ട് ഉടക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നന്നായിട്ടാവും. അപ്പൊ നമ്മള് കട്ട ഇട്ടാതെ നമ്മള് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ മതിയാവുമ്പോ പറയണേ. മതി രസം മതി. ഓക്കെ. അപ്പൊ ഇതാ ഒരു കട്ടയില്ലാതെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു ഡ്രൈ ബൗൾ എടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത സാധനങ്ങൾ തന്നെ മൈദയും, ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ കോൺഫ്ലോർ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ പാകത്തിന് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഇത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇത് മാത്രമോ? കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. മിക്സ്. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇത് ചൂടാവുന്ന നേരം നമുക്ക് നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ഐസ് ഇട്ട വെള്ളം വേണം. പിന്നെ നമ്മുടെ നേരത്തെ കോട്ട് ചെയ്യാനുള്ള മിക്സും ഉണ്ട്. പിന്നെ നമ്മുടെ കോട്ടിങ് ക്രിസ്പി കോട്ടിങ് വേണ്ടിയിട്ടുള്ള ഫ്ലോറും റെഡിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത് മാറ്റാം അങ്ങോട്ട് എളുപ്പത്തിന്. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം. അത് നമ്മൾ നമ്മുടെ മറ്റേ മിക്സിലോട്ട് നമുക്ക് കോട്ട് ചെയ്യാം. ഇത് നമുക്കിനി നമ്മുടെ ഡ്രൈ കോട്ടിങ്ങിലോട്ട് ഇടാം. അപ്പൊ ഇതാ ഇവിടെ നമ്മൾ കോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി നല്ല ഐസ് ഇട്ട വെള്ളത്തിലാണ് മുക്കിയെടുക്കാൻ പോണത്. പതുക്കെ ഇടാവോ, മുക്കി അങ്ങ് ഇട്ടിച്ച എന്താ പറയുക എടുത്ത് എറിയല്ല. ഓക്കെ, മുക്കിയിട്ട് നമ്മൾ തിരിച്ച് പിന്നെ നമ്മുടെ ഡ്രൈയിലോട്ട് തന്നെ ഇടുക. അപ്പോൾ ഇതാ നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ബാക്കി ചിക്കൻ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പൊ 3 എടുത്തിരിക്കുക കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം.
നല്ല ചൂടായ എണ്ണ. നമ്മൾ ഇതേപോലെ മുക്കി വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. ചിക്കൻ നല്ലൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ വന്നു തുടങ്ങിയല്ലേ? അല്ല, നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ക്രിസ്പി ആൻഡ് ഗോൾഡൻ. നമുക്ക് ഇതേപോലെ നമ്മുടെ ബാക്കി ചിക്കനോടെയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇതാ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, ഓ നല്ല ചൂടാണ്. അകത്തുനിന്ന് സ്മോക്ക് വരണണ്ട. അടിപൊളി ഫ്ലേവർ, അടിപൊളി നല്ല ടേസ്റ്റ്. ഓ നല്ല ക്രിസ്പിയാണ്. ആ ശബ്ദം കേട്ടില്ലേ നിങ്ങള്? അടിപൊളി. സൗണ്ട് ഇട്ടോ നോക്കട്ടെ. നല്ല ചൂടാണ്. ഇത് കണ്ടോ, അകത്ത് നല്ല ജ്യൂസിയും വെളിയിലാണെങ്കിൽ ഭയങ്കര ക്രിസ്പി. ട്രൈ നോക്ക്. ഇതെല്ലാം ഫ്രൈ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തിന്നാം. അപ്പൊ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് വേണം എനിക്കിരുന്ന് തിന്നാൻ. അപ്പോൾ എന്തായാലും അടുത്ത അടിപൊളി റെസിപ്പി പറഞ്ഞത് എല്ലാവർക്കും ബൈ.